ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റാട്രേഡർ 5ഉം ബ്രോക്കറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കിയായിരുന്നു. അപ്പോൾ പലർക്കും കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ മെറ്റാട്രേഡർ 5ഉം 4ഉം തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് 5 ആണ്. സോ എങ്ങനെയാണ് ഈ 5 ശരിക്കും യൂസ് ചെയ്യുക? ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട്? ഇതിൽ വല്ല ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ടോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി മെറ്റാട്രേഡർ 4നെക്കാളും കുറച്ച് അപ്ഡേറ്റഡ് വേർഷനാണ് 5. സോ ഇപ്പോൾ ആരും 4നെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല. എല്ലാവരും 5 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി 4 വളരെ ചിലർ ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് 4 യൂസ് ചെയ്യുന്നത്. വളരെ കുറവാണ്. എല്ലാവരും ഇപ്പോൾ 5 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മൾ മെറ്റാട്രേഡർ 4 എങ്ങനെ യൂസ് ചെയ്യാം, 5 എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, കുറച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. എങ്കിലും MT5ൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഹിഡൻ ഫീച്ചേഴ്സ് ആയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അറിയാതെ പോകുന്ന, നമുക്ക് യൂസ് ചെയ്യാൻ, അതായത് ഒരു അപ്ഡേഷൻ തരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഏതൊരു ആപ്പും അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, നമുക്ക് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറും. സോ അങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറിയതാണ് ആക്ച്വലി MT4ൽ നിന്ന് MT5ലേക്ക്. പക്ഷേ അത് പലരും, അതായത് എല്ലാവർക്കും അറിയാം SLും TP ഒക്കെ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത്, അതായത് നമുക്ക് ഓരോരോ സ്ക്രീനിലേക്ക് മാറി മാറി പോകണ്ട, സെയിം സ്ഥലത്ത് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം, ട്രേഡ് ക്ലോസ് ചെയ്യാം, ബൈ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാം, സെൽ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാം, ബൈ സ്റ്റോപ്പ് ഓർഡർ സെറ്റ് ചെയ്യാം, SL TP ഒക്കെ സെറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ 1 ക്ലിക്ക് ട്രേഡ്, ജസ്റ്റ് ബൈയും സെല്ലും കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. MT4ൽ ഇതിനെല്ലാം നമ്മൾ വേറെ സ്ക്രീനിലേക്ക്, അതായത് വേറെ ഭാഗത്തേക്ക് പോകേണ്ടി വരുമായിരുന്നു. ഈ മൊബൈൽ വേർഷൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോ ഇങ്ങനെ പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ MT5ൽ ഇതെല്ലാം നമുക്ക് സിംഗിൾ ഒരു പേജിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ SLും TP സെറ്റ് ചെയ്താലും നമുക്ക് ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് SLനെയൊക്കെ ട്രെയിൽ ചെയ്യാം. അപ്പോൾ ഈ ട്രെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇതും പലരും ചോദിച്ച കാര്യമാണ്. എന്താണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്? അതായത് നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ട് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട്. സോ എന്താണിത്? ഇതൊരു സ്ട്രാറ്റജി ഒന്നും അല്ല. പക്ഷെ നമുക്ക് മാക്സിമം, അതായത് നമ്മളൊരു TP ഒക്കെ സെറ്റ് ചെയ്താൽ പോലും നമുക്ക് കുറച്ചും കൂടി സേഫ് ആവാനും മാക്സിമം പ്രോഫിറ്റ് എടുക്കാനുമുള്ള ഒരു മെത്തേഡാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് MT5ൽ സെറ്റ് ചെയ്യേണ്ടത് എന്നും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ MT5ൻ്റെ ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള MT5 എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പലരും ബാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ പോകുന്നതായിട്ടുള്ള ആ ഒരു ഹിഡൻ അല്ല എങ്കിൽ പോലും നമുക്ക് പറയുന്നത് ഹിഡൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നും എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാം, മെയിൻലി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ പ്രോഫിറ്റബിൾ ട്രേഡായി മാറ്റാം നമ്മുടെ ട്രേഡിനെ, അതായത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാം, അതെങ്ങനെ MT5ൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ മെറ്റാട്രേഡറിൻ്റെ ഇൻ്റർഫേസ് ആണ് ഇത്. അപ്പോൾ ഇതും പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റാട്രേഡർ 5 എന്ന് പറഞ്ഞിട്ട്, അതായത് ആദ്യത്തെ ഒരു വേർഷൻ 4 ആണ്, ഇപ്പോഴത്തെ വേർഷനാണ് 5. സോ 5 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം തന്നെ ഒരു ബോക്സ് വരും, അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഡെമോ ഇതിൽ തന്നെ എടുക്കാം, അതല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ബ്രോക്കറിലും ഡെമോ എടുക്കാം. സോ ഇതിൽ തന്നെ എടുക്കുന്നവർ ജസ്റ്റ് ഡെമോ, ഓപ്പൺ ഡെമോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മെയിൽ ID കൊടുക്കുക. അതുപോലെ നമ്മൾ ഡെമോ ആയിട്ട് ട്രേഡ് ചെയ്യാൻ എത്ര എമൗണ്ട് ആണ്, 3000 തൊട്ടിട്ട് കുറേ ഡോളേഴ്സ് നമുക്ക് കാണാം. മിനിമം 3000 ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട 3000 5000 തൊട്ട് അധികം ഒന്നും സെലക്ട് ചെയ്യേണ്ട. നമ്മൾ റിയലിൽ എത്ര ഇടും അതിൻ്റെ അടുപ്പിച്ചപ്പോൾ ഏറ്റവും കുറവ് 3000 ആണ്, അത് അല്ലെങ്കിൽ 5000 10,000 ഒക്കെ സെലക്ട് ചെയ്യാം. ലെവറേജ് ഒരു 1:500 കൊടുക്കുക. ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്ന ലെവറേജ് നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അത് കൊടുത്തിട്ട് ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഡെമോ അക്കൗണ്ടാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, ഒരുപാട് പെയേഴ്സിൻ്റെ
പേരുകൾ ഇങ്ങനെ താഴെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ മെയിൻലി ഈ ഒരു മെയിൻ ഇൻ്റർഫേസിലേക്ക് ഇട്ടാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കതാണ്, ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഞാൻ ഇതിൽ കൊണ്ട് ഇടാറുള്ളൂ. സോ ഇവിടെ നമുക്ക് ഈ ഒരു പെൻസിൽഡ് സൈൻ ഈ കോർണറിൽ കാണുന്നുണ്ടല്ലേ, റൈറ്റ് കോർണറിൽ ഈ പെൻസിൽഡ് സൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിലീറ്റിൻ്റെ സൈനും കാണുന്നുണ്ട്. സോ നമുക്ക് വേണ്ടാത്തത് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേണ്ടാത്തത് എടുത്തിട്ട് നമുക്ക് ഡിലീറ്റും ചെയ്യാം. അതുപോലെ നമുക്ക് വേണ്ടുന്നത് ആ പ്ലസ് സൈൻ കണ്ടോ, ഇവിടെ ഈ പ്ലസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഞാൻ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ XAUUSD ആണ് ഗോൾഡിൻ്റെ. സോ അത് ഞാൻ ആഡ് ചെയ്തിടുന്നു. പിന്നെ ഇനി GBPUSD അത് ഞാൻ ട്രേഡ് ചെയ്യലുണ്ട്. സോ അത് ആഡ് ചെയ്തിടുന്നു. അതുപോലെ AUDUSD അത് ആഡ് ചെയ്തിടുന്നു. അതുപോലെ USDJPY അത് ആഡ് ചെയ്തിടുന്നു. ഇനിയും നിങ്ങൾക്ക് വേറെ എന്തൊക്കെ യൂറോ GBP എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾ ട്രേഡ് ചെയ്യാം, വേണ്ടാത്തതൊന്നും കിടക്കണ്ട. പിന്നെ ചിലർ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ക്രിപ്റ്റോ ഈ ഒരു ഡെമോ വേർഷനിൽ നമുക്ക് BTC USD എന്നടിക്കുക, അത് കിട്ടില്ല ആക്ച്വലി, ക്രിപ്റ്റോ വേർഷൻ ഇല്ല. പകരം ഇപ്പം നാസ്ഡാക്ക് എന്ന് പറഞ്ഞാൽ US സ്റ്റോക്കാണ്, അത് ആഡ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പലതും ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. സോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് ഇടാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ആഡ് ചെയ്ത് ഇട്ടതൊക്കെ ഇവിടെ കാണാം. സോ ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇതാണ് സ്പ്രെഡ്. ഇവിടെ ഈ കാണുന്നതാണ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ 2080 21 ആണ്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 1.2 പിപ്പാണ് സ്പ്രെഡ് കേട്ടോ. 12 പിപ്പല്ല വാങ്ങണ്ടോ, 0.2ഉം 0.3ഉം അത്രയേ ഡിഫറൻസ് ഉള്ളൂ. സോ 1.2 ആണ്, ഗോൾഡിന് 1.7 ആണ്. ഇതൊക്കെയാണ് സ്പ്രെഡ്. ഇതിപ്പോൾ ഡെമോൻ്റെ ആണ്, ഇത് നമ്മൾ നോക്കട്ടെ. നമ്മളൊരു ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ബ്രോക്കറിൻ്റെ സ്പ്രെഡായിരിക്കും ഇവിടെ കാണാൻ പറ്റുക, ബ്രോക്കർ തരുന്ന സ്പ്രെഡുകളായിരിക്കും കാണാൻ പറ്റുക. ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ EURUSDയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ ആവശ്യമുള്ളത് ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ മുമ്പ്. സോ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാൻ എടുക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ ചാർട്ട് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതുതായി എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ചാർട്ട്. EURUSDയുടെ ചാർട്ടാണിത്. ഇവിടെ നമുക്ക് ടൈം ഫ്രെയിം മാറ്റാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് കണ്ടോ, ആ ഒരു M5 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ M5 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് M1 M5 M15 M30 നമുക്ക് അവിടെ മാറ്റാം. അതല്ലെങ്കിൽ വെറുതെ ഈ ചാർട്ടിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു ബ്ലൂ സർക്കിൾ വരും. ഈ സർക്കിളിലും M1 M5 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. M15 M30 H1 എന്നൊക്കെ കാണാം. ഇതിലും നമുക്ക് വേണ്ട ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. പക്ഷേ ആക്ച്വലി ഇതിൽ M1 ഏതിട്ടെടുത്താലും കുഴപ്പമില്ല. ഞാൻ പേഴ്സണലി ട്രേഡിംഗ് വ്യൂവിലാണ് അനാലിസിസ് ഒക്കെ നടത്തുന്നത്. ട്രേഡ് എടുക്കാൻ മാത്രമേ MT5 യൂസ് ചെയ്യുന്നുള്ളൂ. മൊബൈലിൽ ഞാൻ കാണിക്കാൻ കാരണം എല്ലാവരും ഇപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മൊബൈൽ കാരണം നമുക്ക് എവിടെയും കൊണ്ട് നടക്കാൻ പറ്റും. അതുകൊണ്ട് ട്രേഡിംഗ് വ്യൂവിൽ അനാലിസിസ് ചെയ്തിട്ട് മൊബൈലിൽ തന്നെയാണ് ട്രേഡ് എടുക്കുന്നതെല്ലാം. ഇവിടെ ഒരു സ്ക്വയർ കാണാം അല്ലേ, ഈ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സെല്ലിനും ബൈക്കുള്ള ഓപ്ഷൻ വരും. ഇതാണ് MT5ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 ക്ലിക്ക് ട്രേഡിംഗ് നമുക്ക് ബൈക്കും സെല്ലിനും ഇവിടെ തന്നെ ചെയ്യാം. നേരെ മറിച്ച് MT4ലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ന്യൂ ഓർഡർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ, അതായത് EURUSDയിൽ പോയിട്ട് ഈ ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ, ഇതിലും നമുക്ക് അങ്ങനെയും ചെയ്യാം. ഈ ന്യൂ ഓർഡർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എടുത്ത് നമുക്ക് ഇവിടെ ബൈയും സെല്ലും എല്ലാം സെലക്ട് ചെയ്ത്, അതുപോലെ തന്നെ ബൈ ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ മുകളിൽ ഇവിടെ ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബൈ ലിമിറ്റ് ഓർഡർ, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് ഏത് ഓർഡർ ആച്ചാൽ അതെടുക്കാം. അതിനനുസരിച്ചിട്ട് ഏത് പ്രൈസിലാണ് വേണ്ടത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു MT5 അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ സെല്ലിനും അതുപോലെ ബൈക്കുമുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ 1 ക്ലിക്ക് ട്രേഡിംഗ് ആക്ടിവേറ്റ് ആക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു ബോക്സ് തരും. അതൊന്ന് ടിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കുക. സോ 1 ക്ലിക്ക് ട്രേഡിംഗ് വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിക്കാം, വെറുതെ നമ്മൾ സെല്ലും ബൈയും സെല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് വരും. ഇങ്ങനെ ഒരു ഇത് വരും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് കൊടുത്താൽ നമ്മൾ സെല്ല് ചെയ്യുന്ന ആ പോയിന്റിൽ സെല്ലിനുള്ള ഓപ്പോസിറ്റ് ഒരാൾ ബൈ ചെയ്യാൻ വേണം എപ്പോഴും നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ആ പോയിന്റിൽ സെല്ല് ഇല്ല, പകരം അവർ തന്ന ആ ഒരു പ്രൈസിൽ സെല്ലിനുള്ള ആളുണ്ട്. അത് മതിയോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആക്സെപ്റ്റ് കൊടുത്താൽ ആക്സെപ്റ്റ്, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ച പ്രൈസിൽ തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ട, റിജക്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സെല്ല് നടന്നു. ഇതുപോലെ ഞാൻ ബൈ എടുക്കുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ നടന്നു. സ്പ്രെഡിൻ്റെ ഡിഫറൻസ് ആണ്, 2 സ്ഥലത്താണ് സെല്ലും ബൈയും വരുന്നത്. സ്പ്രെഡ് എന്താണെന്നും ഡിഫറൻസ് എന്താണെന്നും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ബേസിക് ടേംസിൻ്റെ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ സെല്ലും ബൈയും
ഇപ്പോൾ ഇവിടെ നടന്നു. ഇപ്പോൾ 0.05 എന്നൊരു ലോട്ടിലാണ് നടന്നത്. അപ്പോൾ ലോട്ട് സൈസ് നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ലോട്ട് സൈസ് എത്രയാണെന്ന് നോക്കൂ. ഇവിടെ ഞാൻ 0.1 ആക്കിയാൽ ബൈ കൊടുത്താൽ ഇനി 0.1 ഒരു ബൈയും കൂടി വന്നത്. ഇപ്പോൾ 0.1 നമുക്ക് ഒരു ബൈയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞത് എന്താണ്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനും അതുപോലെ തന്നെ അതാണ് നമുക്ക് മെയിൻലി ഏറ്റവും യൂസ്ഫുൾ. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഈ ഒരു ബൈയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുന്നു. എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രാഗ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഒരു സെല്ലും ഒരു ബൈയും ക്ലോസ് ചെയ്യണം. വേണമെങ്കിൽ എനിക്ക് സെല്ലും ബൈയും ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണ്ട, അതായത് ഒരു സെല്ലിൻ്റെ ഒപ്പം ഒരു ബൈയും കൂടിയും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ സെല്ലിൻ്റെ ഒപ്പം ഞാൻ ഈ ഒരു ബൈയും കൂടി ഏതെങ്കിലും നമുക്ക് ഏത് ബൈ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ ബൈ വേണോ എന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഒരു ബൈയും കൂടിയും ക്ലോസ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ക്ലോസ് ആയി. അല്ലെങ്കിൽ സിംഗിളായിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഡ്രാഗ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ വിചാരിച്ച പോലെ ബൈയിലേക്ക് കയറുന്നുണ്ട്. ഞാൻ ഈ ബൈയിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ കണ്ടോ SLTP എന്നുള്ള ഓപ്ഷൻ വന്നു. SL എടുത്തു. നമുക്ക് എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വേണ്ടത് അവിടെ വെക്കാം. TP എവിടെയാണോ TP ഉദ്ദേശിച്ചത് അവിടെ വെക്കാം. എന്നിട്ട് ഞാൻ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇതവിടെ വന്നു. പക്ഷേ ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് മാർക്കറ്റ് കയറുന്നുണ്ട്. അങ്ങനെ കയറുന്നത് കൊണ്ട് എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പേടി, ചിലപ്പോൾ തിരിച്ചറിഞ്ഞാലോ എന്നൊക്കെ ഒരു പേടി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് ഹാഫ് ക്ലോസ് ചെയ്യാം. ഹാഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെയും ക്ലോസ് എടുക്കാം. അതായത് ഡ്രാഗ് ചെയ്തിട്ടുള്ള ഈ ഫസ്റ്റത്തെ ഈ ഒരു ചിഹ്നത്തിലും ക്ലോസ് എടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ബൈയിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്താൽ താഴെ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ വരും, അവിടെയും ക്ലോസ് എടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നില്ല. 0.1 ഹാഫ്, അതായത് ഇപ്പോൾ തിരിച്ചിറങ്ങുന്നുണ്ട് 0.5 ഞാൻ ക്ലോസ് ചെയ്യുന്നു. 0.1 ഹാഫ് 0.05 ക്ലോസ് ചെയ്തു. അപ്പോൾ പകുതി ക്ലോസ് ആയി, പകുതി പ്രോഫിറ്റിൽ ക്ലോസ് ആയെന്ന് വിചാരിക്കാം. ഓക്കെ, പകുതി ക്ലോസ് ആയി. എന്നിട്ട് എനിക്കിനി സ്റ്റോപ്പ് ലോസിനെ കയറ്റിയിടാം. അതായത് സ്റ്റോപ്പ് ലോസിന് ഞാൻ എടുത്തോടുത്ത് തന്നെ കൊണ്ടിടുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ തിരിച്ചിറങ്ങിയാലും എനിക്ക് ഹാഫ് ഓൾറെഡി ഇപ്പം നമ്മൾ ചെറിയൊരു വാല്യൂവിൽ ഇട്ടത് കൊണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കാം. ഇതൊക്കെ ഞാനിപ്പോൾ പ്രാക്ടീസിന് കാണിച്ചു കൊടുത്തതാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ താഴെ കണ്ടോ 0.35. ഈ 0.35 ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു 30 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ $30 ഹാഫിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിറങ്ങിയാൽ ബ്രേക്ക് ഈവൺ ആവും. അതായത് 0 പ്രോഫിറ്റും ഇല്ല ക്ലോസും ഇല്ല. അപ്പോഴും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ സേഫാണ്. അല്ലാതെ TP എത്തുന്നോ എന്ന് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങിപ്പോയാലോ, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച TPയിലെത്താതെ ഇങ്ങനെ തിരിച്ചിറങ്ങാം, ഇവിടെ വരെ പോയിട്ട് തിരിച്ചിറങ്ങാം, ഇവിടുന്ന് തന്നെ തിരിച്ചിറങ്ങാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഉള്ളൊരു പ്രോഫിറ്റ് പോയല്ലോ എന്ന്. ഇതാവുമ്പോൾ നമുക്ക് എന്താണ്, ഹാഫ് നമുക്ക് പ്രോഫിറ്റ് ഓൾറെഡി സേഫും ആയി. ബാക്കി ഇനി ക്ലോസ് ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ TPയിൽ എത്തുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ബാക്കി പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ കയറി $1 ആയി. അപ്പോൾ എനിക്ക് വീണ്ടും വേണമെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസിനെ എനിക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോപ്പ് ലോസിനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ വീണ്ടും കുറച്ചുകൂടെ കയറ്റുന്നു. കുറച്ചുകൂടെ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ഇങ്ങനെ കയറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, ട്രെയിൽ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസിനെ മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ലോസ് വന്നാൽ എനിക്കൊരു $2 അങ്ങ് ക്ലോസ് ആവും, പ്രോഫിറ്റിൽ ക്ലോസ് ആവും. അപ്പോൾ നേരത്തെ എടുത്ത 0.3 ഈ 0.2 കൂടി മൊത്തം 0.5 ആവും. അല്ലെങ്കിൽ നമുക്ക് 3.2 തന്നെ കണക്കാക്കാം. 3ഉം 2ഉം കൂടി 5 ആവും. ഇനിയും മാർക്കറ്റ് കയറുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസിനെ കയറ്റി വെക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ സ്റ്റോപ്പ് ലോസിനെ ഇപ്പോൾ ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ വെറുതെ ഒരു കണ്ണും പൂട്ടി സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യല്ല വേണ്ടത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നൊക്കെ നമുക്കറിയാലോ. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക, എവിടെയാണ് ടാർഗറ്റ് വെക്കുക എന്ന് നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, അതിപ്പോൾ മിക്കവാറും ക്ലോസ് ആവും. ഇല്ല, ടച്ച് ചെയ്തില്ല, അതങ്ങനെ പോകുന്നുണ്ട്. ഇനിയും കയറുകയാണെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും കയറ്റി കൊടുക്കുക, വീണ്ടും കയറ്റുക, അങ്ങനെ നമുക്ക് കയറ്റി മാക്സിമം എത്താം. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു TP വെച്ചു, അത് കഴിഞ്ഞ് മുകളിലേക്കൊരു ഹൈയിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നാന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് ഇത്രയും കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് കയറ്റി വയ്ക്കുന്നു. വീണ്ടും അവിടെ നിന്ന് ഇവിടേക്ക് കയറി, നമ്മൾ കുറച്ചും കൂടി ഇവിടേക്ക് കയറ്റി വയ്ക്കുന്നു, വീണ്ടും ഇവിടേക്ക് കയറുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി
കയറ്റുന്നു. അങ്ങനെ നമുക്ക് ട്രെയിൽ ചെയ്തിട്ട് നമുക്ക് മാക്സിമം എത്താം. അപ്പോൾ നമുക്ക് ഈ MT5 ആയതുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. മറ്റേത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പോയിട്ട് ഈ ഒരു പെൻസിലിൻ്റെ സൈൻ എടുത്തിട്ട് അവിടെ പോയി സ്റ്റോപ്പ് ലോസും TP എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയും ചെയ്യാം, വാല്യൂസ് എഡിറ്റ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി എളുപ്പമാണ്. കയറുന്നതിനനുസരിച്ച് നമുക്ക് വേഗം എന്താ ഇങ്ങനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. തൊട്ടടുത്തടുത്തല്ല ട്രെയിൽ, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാനും കറക്റ്റ് ട്രെയിൽ ചെയ്യാനും മെത്തേഡ് ഉണ്ട്. അത് ഞാൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടെൻഷനില്ല, നമ്മൾ വിചാരിച്ച TPയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഓൾറെഡി കുറച്ചവിടെ സേഫായ എമൗണ്ട്, ഇനിയിപ്പോൾ തിരിച്ചിറങ്ങിയാലും ഇവിടം വരെയുള്ള ആ ഒരു എമൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ ടെൻഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ 0.1 ലോട്ട് എടുക്കുന്ന ആൾ ഒന്നെങ്കിൽ ഹാഫായിട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ പെട്ടെന്ന് കയറി, അപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്യണം. ഓക്കെ, ട്രെയിൽ ചെയ്യുന്നു. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ട്രെയിൽ ചെയ്ത് പോവാം. അതിനനുസരിച്ച് വേണമെങ്കിൽ TPയും ട്രെയിൽ ചെയ്ത് കൊടുക്കാം, മാക്സിമം TPയിലേക്ക് എത്താൻ വേണ്ടി. ഇതിപ്പോൾ പെട്ടെന്ന് കയറുന്നുണ്ട് ബൈ അല്ലേ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ബാക്കിലേക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുവന്നു. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് $2 $3 എന്ന് പറഞ്ഞിട്ട് അത് കയറുന്നുണ്ട്. ഇപ്പോൾ അത് ക്ലോസിൻ്റെ അടുത്തെത്തി. ഓക്കെ, ആയില്ല. ട്രെയിൽ ചെയ്യാനും ചെറിയ റൂൾസൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സാമ്പിൾ കാണിക്കുകയാണ്. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് അത് ക്ലോസ് ആയിപ്പോയി. ഇപ്പോൾ എന്താണ് താഴെ കാണുന്ന ഇത് ടോട്ടൽ ഈ ഒരു 250 എന്നുള്ളതിലാണ് അത് ക്ലോസ് ആയത്. അതായത് നേരത്തെ നമ്മൾ ആദ്യം ക്ലോസ് ആക്കിയതും ഇപ്പോൾ ക്ലോസ് ആയതെല്ലാം കൂടി ഈ ഒരു ഇതിൽ ക്ലോസ് ആയി. അപ്പോൾ അഥവാ തിരിച്ചിറങ്ങിയിട്ട് നമുക്കൊരു ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് 0.1 അല്ലെങ്കിൽ 1 ലോട്ടാണെങ്കിൽ ഒന്നെങ്കിൽ 1 ലോട്ട് ഒരുമിച്ച് എടുക്കാം, അല്ലെങ്കിൽ 0.1 ആണെങ്കിൽ ഒരുമിച്ച് എടുക്കാം. എന്നിട്ട് ക്ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് എടുത്തതിൻ്റെ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഹാഫ് ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 0.1 ആണെങ്കിൽ 0.05ൻ്റെ 2 എണ്ണമായിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് കുറച്ച് പ്രോഫിറ്റ് എത്തുമ്പോൾ ക്ലോസ് ചെയ്യുക. മറ്റേതിൻ്റെ TP SL എടുത്തോടെ തന്നെ കയറ്റി വയ്ക്കുക. അത് കയറുന്നതിനനുസരിച്ച് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെയും ചെയ്യാം. സോ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ചുമ്മാ ഒരു സെല്ലെടുത്തു. ഈ സെല്ല് എനിക്ക് എങ്ങനെയാണ്, വീണ്ടും ഈ പെൻസിലിൻ്റെ സൈൻ എടുക്കുന്നു. എന്നിട്ട് അത് നമുക്ക് SL TP എഡിറ്റ് ചെയ്യാനാണ്. ക്ലോസ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഈ ടിക്കിൻ്റെ സൈൻ എടുക്കുന്നു. ഇവിടെയാണ് ഞാൻ ടൈപ്പ് ചെയ്യാം. അപ്പോൾ 0.05 ആണെങ്കിൽ അതിൻ്റെ ഹാഫ്, 0.03 2 എത്ര വേണമെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാം. ബാക്കി ഹാഫ് അവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലോസ് എടുത്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം 0.03. ഇനി അതിൻ്റെയും വീണ്ടും വേണമെങ്കിൽ ഹാഫായിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ എത്ര കയറി പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെയും കുറച്ചായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി SLും TPയും വെക്കാൻ വേണ്ടിയിട്ട് SL ഓക്കെ TP നമുക്ക് സെറ്റ് ചെയ്തു. ഇനി സെറ്റ് ചെയ്ത ശേഷം അതിനെ ട്രെയിൽ ചെയ്യണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് എത്തിയത്. ഇവിടേക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി. നമുക്ക് എവിടെയാണോ മാർക്കറ്റ് എത്തുന്നത് അതിനനുസരിച്ച് നമുക്ക് താഴേക്ക് ട്രെയിൽ ചെയ്ത് നമുക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹിസ്റ്ററി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഹിസ്റ്ററി മുകളിൽ കലണ്ടറിൻ്റെ സൈൻ ഉണ്ട്. അതിൽ നമുക്ക് ടുഡേ, ഇന്നത്തെ ഹിസ്റ്ററി, ലാസ്റ്റ് വീക്കൊന്നുമില്ല. ഇത് ഇന്ന് ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. സ്റ്റുഡൻസിന് ഡെമോ കാണിച്ചു കൊടുക്കാനും അതുപോലെ ഈ വീഡിയോയ്ക്കും വേണ്ടി മാത്രം എടുത്തൊരു ഡെമോ അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് വേറെ ഹിസ്റ്ററി ഒന്നുമില്ല. ഇനിയിപ്പോൾ കസ്റ്റം പീരീഡ് ആണെങ്കിൽ ഒരു കസ്റ്റം പീരീഡ് ഒരു ഡേറ്റ് തൊട്ട് ഈ ഡേറ്റ് വരെ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് അതും നോക്കാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൽ വേറെ ഒന്നും ഇല്ല. മെസ്സേജ് സെറ്റിങ്സ്, ഇതൊക്കെ മെസ്സേജസ് അവരുടെ ഒരു പ്രൊമോഷൻ മെസ്സേജ് വരുന്ന സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ട്രേഡിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റണ്ണിങ് ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബാലൻസ്, അതായത് നമ്മൾ ഈ ട്രേഡ് തുടങ്ങുമ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ബാലൻസ്. പിന്നെ ഇക്വിറ്റി പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റും ലോസും കഴിച്ചിട്ട് ഇനി ബാക്കി എത്രയുണ്ട്. ഈ ട്രേഡ് നടക്കാൻ 23 മാർജിൻ ആവശ്യമുണ്ട്. അതായത് മിനിമം $23 ഉണ്ടെങ്കിൽ ഈ ട്രേഡ് നടക്കും. ലോസ് വന്ന് അതിനും കുറവ് വന്ന അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. ഇനി ബാക്കി നമുക്ക് ഫ്രീ ആയിട്ട് ഇത്രയുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 0.02 ലോട്ടിൻ്റെ എത്ര ട്രേഡ് വേണമെങ്കിൽ 23 വെച്ചിട്ട് നമുക്ക് എത്ര ട്രേഡ് വേണമെങ്കിലും ഇനി എടുക്കാം. അല്ലെങ്കിൽ വേറൊരു ലോട്ടിൻ്റെ ഇപ്പോൾ 1 ലോട്ടാണ് ഞാൻ ചാർട്ട് എടുക്കുന്നു. ഒരു 1 ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 1 ലോട്ടിൽ ഞാനൊരു ബൈ കൊടുത്തു. ഓക്കെ, 1 ലോട്ടിൽ ബൈ കൊടുത്തു.
ഇവിടെ ഇപ്പോൾ ഈ ഒരു 2 ട്രേഡും കൂടി നടക്കണമെങ്കിൽ മിനിമം $1000 നമുക്ക് മാർജിൻ വേണം. കാരണം ഈ 1 ലോട്ടിന് വലിയൊരു മാർജിൻ വേണ്ടി വന്നു. $1000 മാർജിൻ വേണം. അപ്പോൾ നമുക്ക് അഥവാ ലോസ് വന്ന് 1000ൻ്റെ അടുത്ത് ലോസ് എത്തിക്കഴിഞ്ഞാൽ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. എന്നാലും ബാക്കി 8000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എനിക്ക് 1 ലോട്ടിൻ്റെ ഇനി ഒരു 8 ട്രേഡ് വരെ എടുക്കാൻ പറ്റും. അങ്ങനെ 1000 വെച്ച് 8 ഇല്ല, ഒരു 5-6 ട്രേഡ് 1100 വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 5 ട്രേഡൊക്കെ എനിക്ക് ഇനിയും 1 ലോട്ടിൻ്റെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, ഫ്രീ മാർജിൻ ഉണ്ടാവില്ല. മാർജിൻ ലെവൽ ഇപ്പോൾ 857 ആണ്. ഇത് 100% ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മാർജിനും നമ്മുടെ ബാലൻസും രണ്ടും സെയിമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോകും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ ഡ്രാഗ് ചെയ്തിട്ട് ആദ്യം കാണുന്ന ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് ക്ലോസ് ചെയ്താൽ രണ്ടും കൂടി ക്ലോസ് ആവും. ആ ഒരു സെല്ലും ഒരു ബൈയും കൂടി ഇതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജാണ് ക്ലോസ് ആയിട്ടുള്ളൂ. കാരണം ഇത് 1 ലോട്ടും മറ്റേത് 0.05 അല്ല. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ആ ചെറിയൊരു പെർസെൻറ്റേജാണ് ക്ലോസ് ആയത്. ഒരേപോലത്തെ ലോട്ടുകൾ ഉള്ള ബൈയും സെല്ലും ആണ് നമുക്ക് ഓപ്പോസിറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുക. സോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ഈ MT5 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടതിന് ശേഷം മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ മതി വേഗം. എന്നിട്ട് താഴെ വരുന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം കൺഫേം മോഡിഫൈ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കൊരു ബൈ ലിമിറ്റ് ഓർഡറും സെൽ ലിമിറ്റ് ഓർഡറും സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ റൗണ്ട് ഉണ്ട്. ഈ റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ബൈ ലിമിറ്റ് ഓർഡർ, ഇതാണിപ്പോൾ ബൈ ലിമിറ്റ് ഓർഡർ, അതായത് ഇപ്പോൾ ഉള്ള മാർക്കിൻ്റെ താഴെ വയ്ക്കാൻ. ഇനി മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെൽ ലിമിറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു സെല്ല് ഇടണം. ഇപ്പോൾ 1 ഈ ഒരു വാല്യൂ എന്നൊരു സെല്ല് ഇടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൽ ലിമിറ്റ് മുകളിൽ കൊണ്ട് വെച്ചാൽ മതി. ഇനി ഈ ഒരു വാല്യൂ ഒന്ന് ബൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡ്രാഗ് ചെയ്താൽ ബൈ ലിമിറ്റായി. ഇവിടെ ഓട്ടോമാറ്റിക്കലി ബൈ ലിമിറ്റായി അത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആരോ മാർക്ക് എടുത്തിട്ട് മോഡിഫൈ ചെയ്താൽ മതി. അതിൻ്റെയും SL-ഉം TP-യും വെക്കാം. ഇനി ഒന്നും കൂടി ഇതിൽ പ്രസ് ചെയ്താൽ ലിമിറ്റ് ഓർഡർ എന്നുള്ളത് സ്റ്റോപ്പ് ഓർഡർ ആയിട്ട് മാറും. കണ്ടോ, ഇപ്പോൾ താഴെയാണെങ്കിൽ സെൽ സ്റ്റോപ്പ്, അതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബൈ സ്റ്റോപ്പ് ആവും. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സിംഗിൾ ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ ചെയ്യാം. വേറെ പേജോ വേറെ ഇതോ ന്യൂ ഓർഡർ എടുത്തിട്ട് അവിടെ പോയി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഫാസ്റ്റായി കാര്യങ്ങൾ നമുക്ക് MT5-ലൂടെ. സോ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് എല്ലാവരും പറയുന്ന ഒരു ഹിഡൻ ഫീച്ചേഴ്സ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവാം. ഇങ്ങനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കാം. പക്ഷേ ഇതിനെല്ലാം നമുക്ക് പ്രോപ്പർ സ്ട്രാറ്റജി വേണം കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ ട്രേഡ് എടുത്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകലല്ല. നല്ലൊരു സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ ഇപ്പോൾ ബൈ ലിമിറ്റ് ഓർഡർ ആണെങ്കിലും സെൽ ലിമിറ്റ് ഓർഡർ ഒക്കെ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ആ ഓർഡേഴ്സ് സെറ്റ് ചെയ്യാം. മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സുകളും കൂടി ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് MT5-ൻ്റെ ഫീച്ചേഴ്സ്. സോ ഇനിയും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഒരുവിധം എല്ലാ ഡൗട്ടുകളും മാറി എന്ന് വിശ്വസിക്കുന്നു. ബ്രോക്കറെ കണക്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രം സെലക്ട് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് ചതിക്കുഴികളുണ്ട്. വീണ്ടും നമ്മളോട് ഒരുപാട് പേര് ചതി പറ്റിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ സെലക്ട് ചെയ്യുക. എപ്പോഴും സ്വന്തമായി പഠിച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ വളരെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോമുകൾ സെലക്ട് ചെയ്യുക. വിശ്വസിച്ചിട്ട് ട്രേഡിംഗ് ഏൽപ്പിക്കാൻ പറ്റിയ ആളുകളെ ഏൽപ്പിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെയോ ഇൻസ്റ്റയിലൂടെയോ നമ്മൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ.